അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. എന്താണ് ഈ മുസ്തഖീമായ വഴി, നേരായ വഴി? അതെന്താണ്? ഇതിനെയാണ് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും 17 പ്രാവശ്യം നിർബന്ധപൂർവ്വം, അല്ലാതെ സുന്നത്തുകളിലൂടെയൊക്കെ അള്ളാഹുവിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹയിലൂടെയും അല്ലാത്ത പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു അന്യമതസ്ഥനെ സംബന്ധിച്ചിടത്തോളം മുസ്തഖീമായ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇസ്ലാമിൻ്റെ ഈ ഒരു വഴിയാണ്, മുസ്ലിം ആവുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊക്കെ മുസ്ലിമായി കഴിഞ്ഞിട്ട് നമ്മൾ തേടുന്നത് എന്താ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ വഴിയിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണമേ, ചേർക്കണമേ എന്നാണ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ തേടുന്നതിൽ അർത്ഥമുണ്ടോ? ഇപ്പോൾ ഭക്ഷണം കഴിച്ച് അടങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും ഭക്ഷണത്തിന് ആരെങ്കിലും തേടുമോ? ഇല്ല. തഹ്സീലുൽ ഹാസിൽ മുഹാലാണ് എന്ന് പറഞ്ഞാൽ കരസ്ഥമായ ഒരു കാര്യം അതിനെ വീണ്ടും തേടുക എന്ന് പറഞ്ഞാൽ അസംഭവ്യമായതിനെ തേടുന്നു എന്നാണ്. അപ്പം നമുക്ക് ഹിദായത്ത് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ വീണ്ടും ഹിദായത്തിനെ തേടുന്നത്? ഇതിപ്പോൾ നമ്മളെ കാര്യം മാത്രമല്ലല്ലോ. ഇപ്പം നമുക്ക് ഹിദായത്ത് ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് തേടുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മാത്രമല്ലല്ലോ തേടുന്നത്. നമ്മളും മറ്റുള്ള മുഅ്മിനീങ്ങളും സ്വാലിഹീങ്ങൾ, സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, ആരിഫീങ്ങൾ, അമ്പിയാക്കൾ എല്ലാവരും അള്ളാഹുവിനോട് തേടിയിട്ടുള്ളതാണ് ഈ തേട്ടം. അപ്പോൾ അള്ളാഹു നമ്മളോട് ഇത് ഇത്രയും പ്രാവശ്യം ആവർത്തിച്ച് ഇങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കാൻ മറ്റേതെങ്കിലും പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് അള്ളാഹു ഈ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകിയത് എന്തിനാണ്? അതും ഈ പ്രാർത്ഥന നമുക്ക് സമ്മാനിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു സംഭവങ്ങൾ നടക്കുന്നത്. നിങ്ങളൊന്ന് നോക്ക്. അള്ളാഹു അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കാണാൻ വേണ്ടി വിളിക്കുന്നു. അങ്ങനെ നേരിട്ട് ഖാബ ഖൗസൈനി ഔ അദ്ന, അത്രയും അടുത്ത് നിൽക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതല്ല, നിസ്കാരം. ആ നിസ്കാരത്തിൽ നമ്മൾ നമ്മുടെ അവയവങ്ങളും ഹൃദയവും എല്ലാം വുളൂവിലൂടെ ശുദ്ധി ചെയ്തിട്ട് എന്നിട്ട് വന്ന് നമ്മൾ ഖിബിലയിലേക്ക് മുന്നിട്ട് നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം കൈ ഉയർത്തുമ്പോൾ അള്ളാഹു അല്ലാത്ത എല്ലാറ്റിനെയും അങ്ങോട്ട് മാറ്റിക്കളഞ്ഞിട്ട് അള്ളാഹുവിനെ മാത്രം ഇങ്ങനെ ഹൃദയത്തിൻ്റെ മടിത്തട്ടിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി വജ്ഹത്ത് ഓതി അള്ളാഹുവിനെ സ്തുതിച്ചും പ്രകീർത്തിച്ചും എന്നിട്ടാണ് അള്ളാഹുവിനോട് ഈ പ്രാർത്ഥന നട്ടെല്ല് നേരെ നിവർത്തി പിടിച്ചുകൊണ്ട് അല്പം തലകുനിച്ച് ആ അദബോടുകൂടി നിന്നുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ തേടുന്നത്. ഇത്രയും ഗൗരവത്തിൽ അല്ലെങ്കിൽ ഇത്രയധികം രഹസ്യങ്ങൾ നിറഞ്ഞ ഈ ഒരു പ്രാർത്ഥന, ഇതിൻ്റെ പൊരുൾ എന്താണ്? ഇമാമിങ്ങൾ ഇതിനെ സംബന്ധിച്ച് ധാരാളം വലിയ ചർച്ചകളൊക്കെ ചെയ്യുന്നുണ്ട്.